നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജനുവരി 19 മുതൽ ജനുവരി 25 വരെയുള്ള ഈ ആഴ്ച ഓരോ നക്ഷത്രക്കാർക്കും ജ്യോതിഷപരമായി എങ്ങനെയെന്ന് നോക്കാം. പൊതുവായി ഓരോ നക്ഷത്രക്കാർക്കുമുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇത് വ്യക്തിപരമായി ജനന സമയത്തെ ഗ്രഹസ്ഥിതികൾക്കനുസരിച്ച് മാറ്റമുണ്ടായേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്ക് താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. ജോലി രംഗത്ത് വിജയം കൈവരിക്കാൻ കഴിയും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. കുടുംബത്തിനോടൊപ്പം വിനോദയാത്ര പോകാൻ കഴിയും. ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാർത്തിക അവസാന മുക്കാല്, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവം കൂറുകാർക്ക് സമ്മിശ്ര ഫലമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. സ്വത്ത് സംബന്ധിച്ച് നടത്തിയ എല്ലാ ഇടപാടുകളും ഈ ആഴ്ച പൂർത്തിയാകാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടായേക്കാം. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാഭാഗം ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും നിങ്ങൾ മാനസികമായും ശാരീരികമായും നല്ല സ്ഥിതി കൈവരിക്കും. ഈ ആഴ്ച വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബാംഗങ്ങളോടൊത്ത് ചെലവഴിക്കാൻ സമയം കണ്ടെത്തും. സഹപ്രവർത്തകർ ജോലി സംബന്ധമായി വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. പുണർദം അവസാന കാല്, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലമാണ്. ആരോഗ്യപരമായി ശ്രദ്ധിക്കണം. ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. ഈ ആഴ്ച വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. സർക്കാരിൽ നിന്നും പിഴ വരാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. മകം, പൂരം, ഉത്രം കാൽഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. അമിതമായി പണം ചെലവഴിക്കാൻ സാധ്യതയുള്ളതിനാൽ ധനം സൂക്ഷിച്ച് ചിലവാക്കുക. ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് സമ്മിശ്ര ഫലമാണ്. ആരോഗ്യപരമായി നല്ല സമയമായിരിക്കും. വീട്ടിൽ പ്രതീക്ഷിക്കാതെ അതിഥി വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ഈ ആഴ്ച മറ്റുള്ളവരുമായി പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് വിജയകരമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകണം. ബിസിനസ്, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് ആനുകൂല്യങ്ങൾ കൈവരും. ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ചെറിയ കാര്യങ്ങൾ പോലും പിണക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യം മെച്ചപ്പെടുകയും ജീവിതത്തിൽ നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മുമ്പത്തേക്കാൾ മെച്ചപ്പെടും. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബവുമായി കൂടുതൽ സമയം ചെലവിടും. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ബന്ധം മെച്ചപ്പെടും. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ആരോഗ്യപരമായി ജാഗ്രത പുലർത്തണം. കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും. കുടുംബ വഴക്കിന് സാധ്യത കാണുന്നതിനാൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യത കാണുന്നു. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നീണ്ടുപോയേക്കാം. കുടുംബവുമൊത്ത് സമയം ചെലവഴിക്കുകയും കുടുംബജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ നിന്നും നല്ല ലാഭം ലഭിക്കാൻ സാധ്യത കാണുന്നു. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ കാഭാഗം ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ആരോഗ്യപരമായി ജാഗ്രത പുലർത്തണം. കുറെ കാലത്തിനു ശേഷം സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. പഴയ കേസ് കോടതിയിൽ നടക്കുകയാണെങ്കിൽ അനുകൂലമാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ ലഭിക്കാൻ സാധ്യത കാണുന്നു.
പൊരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കുടുംബജീവിതത്തിൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബസഹായത്തോടെ വാടക വീടിനു പകരം സ്വന്തമായി വീട് വെക്കുന്നതിൽ സാധ്യത കാണുന്നു. നിങ്ങളുടെ അധികാരം തെറ്റായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.